SIR-മായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ 4ാമത്തെ മീറ്റിംഗാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലും നടന്നിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രകടിപ്പിക്കുന്ന എതിർപ്പ് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ആദ്യം SIR-നെ തന്നെ അവർ ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളിൽ SIR-നെ സംബന്ധിച്ചൊരു ഭീതി പരത്തി ആ ഭീതിയിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം. ഇപ്പോൾ തന്നെ CPM ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഇത് ഫോം പൂരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ അഭിപ്രായം ഇലക്ഷൻ കമ്മീഷൻ്റെ മീറ്റിങ്ങിൽ ഉന്നയിച്ചു. വളരെ വ്യക്തമായിട്ട് അത് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്ത സമയത്ത് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ്. വളരെ ലഘുവായൊരു ഭാഗമാണ്. നമ്മുടെ 2002 നടന്നിട്ടുള്ള SIR-മായി ബന്ധപ്പെട്ട് അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് അതിനകത്തുണ്ട് എങ്കിൽ ആ കാര്യം രേഖപ്പെടുത്തണം. അവർ ഇല്ല എങ്കിൽ, അവരുടെ പേരില്ല എങ്കിൽ മാത്രമാണ് ആ ബന്ധുവിൻ്റെ പേര് രേഖപ്പെടുത്തിയ അവർ ഏത് ബന്ധുവിൻ്റെ ആയാലും ആ പേര് രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നൊരു പ്രശ്നമില്ല. ഇതിൻ്റെ പ്രധാന കാര്യം രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടി ഉത്തരവാദിത്തമാണ് വളരെ ശുദ്ധമായിട്ടുള്ള ഒരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ളൊരു വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ മാത്രം ജോലിയല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ചുമതലയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതിൻ്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ഈ സമയത്ത് അത് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നതിൽ യാതൊരു ന്യായീകരണവുമില്ല. കാരണം പൊതുപ്രവർത്തകരെല്ലാവരും തിരഞ്ഞെടുപ്പ് രംഗത്താണ്. ഓരോ വീട് കയറി ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് രാഷ്ട്രീയ ഈ BLOയെ സഹായിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. ബോധപൂർവം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനത്തെയും പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ SIR-നെ കുറിച്ചൊരു ഭീതി ആദ്യം പരത്തി, അത് കഴിഞ്ഞിട്ട് സർവീസ് സംഘടനകളെ, നമുക്കറിയാം കേരളത്തിൽ പ്രബലമായ സർവീസ് സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ SIR-നെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിരുന്ന 84% ഈ ഇനുമറേഷൻ ഫോം വിതരണം ചെയ്ത് കഴിഞ്ഞു. അതേസമയം സെലക്റ്റഡായി നമുക്ക് പ്രശ്നമുണ്ടാക്കണം എന്ന് താല്പര്യമുള്ള ചില സ്ഥലങ്ങളിൽ വിതരണം ചെയ്തിട്ടില്ല, കുറവായി വിതരണം ചെയ്തിട്ടുള്ളൂ. അത് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ SIR-നെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ അർഹതപ്പെട്ട ആളുകളെ അല്ലാത്ത, ഒരു രീതിയിലും വോട്ട് ചെയ്യാൻ അർഹതയില്ലാത്ത ആളുകളെ ഇതിൽ വോട്ടർ ലിസ്റ്റിൽ പെടുത്തിയതിന് ശേഷം അവരെ കൊണ്ട് വോട്ട് ജയിപ്പിക്കാനുള്ള കള്ള വോട്ടിലൂടെ ജയിക്കുക എന്നുള്ളൊരു തന്ത്രമാണ്. നമുക്കറിയാം 2014 തെരഞ്ഞെടുപ്പ്, 2020 തെരഞ്ഞെടുപ്പിൽ, 2021 തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ 56,000 കള്ള ഡബിൾ വോട്ടാണ് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി, അടൂർ പ്രകാശ് സ്ഥാനാർത്ഥി, ഡേറ്റ് എനിക്കൊരു വ്യത്യാസമുണ്ട്, 2021 അദ്ദേഹം കണ്ടുപിടിച്ച് കുറവ് ചെയ്ത്. അപ്പം ധാരാളം ആളുകൾ വോട്ടർ ലിസ്റ്റിൽ വരാൻ അർഹതയില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഡബിളിംഗ് ഉണ്ട്. ഇത് മാറ്റം ചെയ്തിട്ട് യഥാർത്ഥ വോട്ടർക്ക് അവരുടെ സമ്മതിദാന അവകാശവും യഥാർത്ഥ ജനാധിപത്യത്തിൽ അവരുടെ വിശ്വാസവും രേഖപ്പെടുത്തുവാനുള്ളൊരു അവസരമാണ്. അത് നഷ്ടപ്പെടുത്തുവാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ ഈ SIR-ൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബോധപൂർവമായി ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അതാണ് BJP അതിനെ എതിർക്കുന്നത്.